ഗാന്ധിജിയുടെ ആശയ സാക്ഷാത്കാരത്തിന്റെ ഫലമായാണ് ഭാരതത്തിൽ കൈത്തറി മേഖല രൂപം കൊണ്ടത്. വസ്ത്രധാരണ രംഗത്ത് ഭാരതത്തിന് തനതായ രീതി ഉണ്ടാകണം എന്നതായിരുന്നു മഹാത്മാവിന്റെ ആഗ്രഹം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ഗണ്യമായ പങ്കുവഹിക്കുന്ന കൈത്തറി വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടി നിരവധി കർമ്മ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. 2015 ഓഗസ്റ്റ് 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈത്തറി വ്യവസായത്തിന്റെ സർവ്വതോന്മുഖമായ ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ട് ദേശീയ കൈത്തറി ദിനം ഉദ്ഘാടനം ചെയ്തു. 2016 ഓഗസ്റ്റ് 7 കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ദേശീയ കൈത്തറി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഈ ആഘോഷ ദിനത്തിൽ കൈത്തറി വ്യവസായ രംഗത്തെ പ്രഗത്ഭരായ വ്യവസായികളെയും നെയ്ത്തുകാരെയും ആദരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭിക്കുന്ന വരുമാനമെങ്കിലും ഖാദി മേഖലയിലുള്ളവർക്ക് ഉറപ്പാക്കണമെന്ന് ദേശീയ കൈത്തറി ദിനാചരണത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടത്തിയ ചർച്ചകളിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ദേശീയ കൈത്തറി ദിനത്തിന് മുന്നോടിയായാണ് കേന്ദ്ര ഫീൽഡ് പബ്ലിസിറ്റി ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൈത്തറി മേഖലയിലെ സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചത്. രാമനാട്ടുകര ധാനാഗ്രാമിലുള്ള കൈത്തറി പരിശീലന കേന്ദ്രത്തിലാണ് ജില്ലയിലെ ആദ്യ പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ശില്പശാല ചെറുകാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അസിസ്റ്റന്റ് ഡയറക്ടർ ഐസക് ഈപ്പൻ, പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിതി, ചിന്നമ്മാമു, കേരള സർവോദയ സംഘം ജനറൽ മാനേജർ യു രാധാകൃഷ്ണൻ, ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി ഉദയൻ, സി സായിനാഥ്, കാനറ ബാങ്ക് സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഡയറക്ടർ ടി കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കരുത്തോടെ ഇന്ത്യൻ കൈത്തറി എന്ന വിഷയത്തെ അധികരിച്ച് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് ഫീൽഡ് പബ്ലിസിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എന്ന സ്ഥലം കൈത്തറിയുടെ കേന്ദ്രമാണ്. ബാലരാമപുരം കൈത്തറി എന്നാണ് ഇവിടുത്തെ കൈത്തറി വസ്ത്രങ്ങൾ അറിയപ്പെടുന്നത് തന്നെ. ബാലരാമപുരം കൈത്തറി ലോകമെമ്പാടും പ്രസിദ്ധമാണ്. ചെറുകിട നെയ്ത്തുകാരും സ്വയം സഹായ സംഘങ്ങളും സഹകരണ സംഘങ്ങളും അടങ്ങിയ ഉൽപാദന മേഖലയാണ് ബാലരാമപുരത്തുള്ളത്. ഉൽപാദന മേഖലയ്ക്കൊപ്പം കമ്പോളവും ഇവിടെ തന്നെയുണ്ട്. ദിവസക്കൂലിക്ക് പുരുഷന്മാരും സ്ത്രീകളും ഇവിടെ ജോലി ചെയ്യുന്നു. മുണ്ടുകളും വേഷ്ടികളും സാരികളുമാണ് പ്രധാനമായും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ പലവിധ ഡിസൈനുകളിൽ രൂപകൽപ്പന ചെയ്യുന്നു. മനോഹരമായ വിവിധതരം കരകളും മറ്റു ചിത്രങ്ങളും ഇഴചേർത്ത് പിടിപ്പിച്ച ഇവിടുത്തെ വസ്ത്രങ്ങൾ ആകർഷകവും ഭംഗിയും നിറഞ്ഞതാണ്. പ്രത്യേകതരം മേന്മ ബാലരാമപുരം കൈത്തറിക്ക് അവകാശപ്പെടാം. ലോക കമ്പോളത്തിൽ നമ്മുടെ കൈത്തറി ശ്രദ്ധാകേന്ദ്രമാകുന്നതിൽ ഇവിടുത്തെ തൊഴിലാളികളുടെ കരവിരുതിന് ഗണ്യമായ പങ്കുണ്ട്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ, പുന്നക്കാടാണ്. ഞാനിപ്പോൾ ചുറ്റുന്ന കസവാണ്, കരയ്ക്ക് വെട്ടാനുള്ള കസവാണ്. സൂറത്താണ് ഇതിൻ്റെ ഉൽപ്പാദനം കസവിൻ്റെ. അവിടെ നിന്ന് ബാലരാമപുരം കമ്പോളത്തിൽ വരും. അവിടെ നിന്ന് വാങ്ങിയാണ് നമ്മൾ നൂലും കസവും പാവും എല്ലാം വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഉൽപ്പാദനം നടത്തുന്നത്. തിരിച്ച് ബാലരാമപുരത്ത് തന്നെ ഇതിൻ്റെ കമ്പോളം നമ്മൾ ഹോൾസെയിൽ കടയിൽ ആണ് സപ്ലൈ ചെയ്യുന്നത്. അവിടെ നിന്നും അവർ ബിസിനസ് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിലൊരിക്കലുള്ള സാധനങ്ങളെല്ലാം ബാലരാമപുരത്താണ് എത്തിക്കുന്നത്. അവിടെയാണ് വിറ്റ് പോകുന്നത് നമ്മളെ ഉൽപ്പാദന സാധനങ്ങളെല്ലാം. ഇത് വെള്ളി കസവാണ്. ഇതിൻ്റെ ഉൽപ്പാദന വിലയെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ 800ഓളം രൂപ വില വരും. ഇത് നമുക്കൊരു പീസ് നെയ്യപ്പം തന്നെ ഏകദേശം ഒരു 10-30 രൂപയോളം അതിൻ്റെ ലാഭം ഉണ്ടാവും. പിന്നെ ഇതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നാലോ എന്തെങ്കിലും മോശമായി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇതിനെ സ്വയം അതിൽ നിന്നുള്ള ലാഭത്തിൽ അതിലിങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്
ഈ വെള്ളിക്കസവ് എന്ന് പറഞ്ഞാൽ ഇത് ഈ കരയും ഇതും ഒക്കെ നമ്മളിവിടെ വെട്ടിയെടുക്കുന്നതാണ്, ഇതെടുക്കുന്നതാണ്. അതിന് മോഡൽ വേറെയും അത് അങ്ങനെ ലൈനുള്ളതാണ്. പിന്നെ തിരിച്ചിത് പ്ലെയിൻ, ഇത് അതേപോലെ ഡിസൈൻ മാറ്റിയൊക്കെ പല ഡിസൈനിലും ഇതിൽ വെട്ടിയെടുക്കുന്നതാണ്. കര ചെയ്തെടുക്കാം, ഏത് സൈസ് വേണമെങ്കിലും ചെയ്തെടുക്കുന്നതാണ്. അതാണ് ഈ വെള്ളിക്കസവ്. 17,000 മുതൽ 25,000 രൂപ വരെ ഉൽപാദന ചെലവ് വരുന്ന കമനീയമായ ധോത്തികളും സാരികളും ഇവിടെ നെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. 45 വർഷത്തോളമായി തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ കാലത്ത് നിന്ന് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ, അതിൽ നിന്ന് പഠിച്ച ഒരു തൊഴിലാണ് കൈത്തൊഴിലായിട്ട്. ഞാനൊരു കുഴിത്തറി നെയ്ത്തുകാരനാണ്. അതായത് കസവ് തരം സാരി, സെറ്റുമുണ്ട്, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നെയ്താണ് പഠിച്ചതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലും അതുതന്നെയാണ്. ഇപ്പോൾ എൻ്റെ മകൻ കൂടി എന്നെ സഹായിക്കുന്നുണ്ട്. 2003 കസവ് കട സ്പോൺസർ ചെയ്തിട്ട് സാരിയുടെ സെക്ഷനിൽ ഫസ്റ്റ് അവാർഡ് കിട്ടിയ ഒരാളാണ് ഞാൻ. ഇന്ന് ഇപ്പോൾ ബാലരാമപുരം, കറാക്കട, കസവ് കട ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങളെ ഉൽപ്പന്നങ്ങൾ കൊടുത്തു പോകുന്നത്. കൈത്തറി എന്ന് പറയുമ്പോൾ കസവ് പലതരത്തിലുള്ളതുണ്ട്. പ്ലാസ്റ്റിക് ജെറി, കസവ് സ്വർണവും വെള്ളിയും കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്യുവർ ജെറി, HF ജെറി എന്ന് പറയുമ്പോൾ ആഫേൻ ജെറി, അതായത് മറ്റ് കോപ്പർ ഉപയോഗിച്ചും പൗഡർ ഉപയോഗിച്ചും ചെയ്യുന്ന HF ജെറി. ഇതിങ്ങനെ 3 തരം കസവുണ്ട്. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വർണവും വെള്ളിയും ഉപയോഗിച്ച് പട്ടുനൂലിൽ ക്ലിച്ച് ചെയ്ത് വരുന്ന പ്യുവർ ജെറി എന്ന് പറയുമ്പോൾ ഒരു മാർക്കിന് ഇപ്പോൾ 5,800 രൂപ, അതായത് 30 ഗ്രാം വരുന്ന ഒരു കട്ടയ്ക്ക് 2,000 രൂപയോളം വില വരുന്നതാണ് പ്യുവർ ജെറി. അതേസമയം HF ജെറി എന്ന് പറയുമ്പോൾ ഒരു കട്ടയ്ക്ക് 200 രൂപയ്ക്ക് താഴെ വില വരും. അത് എത്ര ഇതിൽ വരുന്ന ഒരു കട്ട, അതായത് 60 ഗ്രാമോളം വരുന്നതിനാണ് ഈ 200 രൂപ. അതേസമയം 30 ഗ്രാം വരുന്നതിനാണ് 2,000 രൂപ പ്യുവർ ജെറിക്ക് വരുന്നത്. അതേസമയം പ്ലാസ്റ്റിക് ജെറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൈത്തറിക്ക് ഉപയോഗിക്കാറില്ല, പവർ ലൂമിന് ഉപയോഗിക്കുന്ന ഒരു ജെറിയാണ്. 50 രൂപയ്ക്ക് താഴെ ഒരു വലിയ കട്ട, അതായത് 80 ഗ്രാമോളം വെയിറ്റ് വരുന്ന ഒരു കട്ടയ്ക്ക് വിലയുള്ളൂ. ഒറിജിനൽ കസവിൽ നെയ്ത സാരിയാണ് ഇത്. ഈ ഒറ്റ ഡിസൈനേ ഉള്ളൂ, ആന മാത്രം. ഈ ഡിസൈൻ സാരിക്ക് 17,000 രൂപ ഉൽപ്പാദന വില വരുന്ന ഒരു സാരിയാണ്. പ്ലാസ്റ്റിക് ജെറിയിൽ പവർ ലൂമിൽ വരുന്നത് ചെറിയ വിലയ്ക്ക് കിട്ടും. അത് അവർ പ്രൊഡക്ഷൻ മേഖലയിൽ കുത്താമ്പള്ളി എന്ന പേരിൽ പാലക്കാടൻ തരത്തിൽ ഉൾക്കൊള്ളിച്ച് അത് കൂടുതൽ വ്യവസായം ചെയ്യുകയും കൂടുതൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ബാലരാമപുരം കൈത്തറി ഇത്തരം ഡിസൈനുകളായാലും പാവ് ഉണക്കി നെയ്ത് വരുന്ന ഈ സാധനത്തിൻ്റെ ഉൽപ്പാദന വില വളരെ കൂടുതലാണ്. ഈ ഒരു സാരിയുടെ വില തന്നെ ഇതിൻ്റെ ഇതിൻ്റെ തുണിക്ക് മാത്രം 1000 രൂപയോളം നമ്മളെ ഉൽപ്പാദന വരുന്നുണ്ട്. അതേസമയം പവർ ലൂമിൽ വില വരുമ്പോൾ ഇതിനൊരു 300 രൂപയോ 350 200 രൂപയോ വില വരും. ഈ ടിഷ്യൂമുണ്ട് കല്യാണ ആവശ്യക്കാരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, വാങ്ങുന്നതും. കല്യാണ കച്ചവടം, കടകളിൽ കല്യാണ വിവാഹ പാർട്ടീസാണ് ഈ സാരി, ഈ വേസ്റ്റ് എടുക്കുന്നത്. ഈ വേസ്റ്റിക്ക് 4,200 രൂപ വിലയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടും നൂലും കസവും ഉപയോഗിച്ച് നെയ്യുന്ന ഒരു വേസ്റ്റിയാണ്. ഈ കൈത്തറി മേഖലയെന്ന് പറയുന്നത് ഇത്ര റിസ്ക്കുള്ള തൊഴിലാണ്, ബുദ്ധിമുട്ടുള്ള. അതായത് ഒരേപോലെ കണ്ണ് കാഴ്ചയും കൈക്കുള്ള പ്രവർത്തന രീതിയും അതിനോടൊത്ത് കൂലി കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാകുന്നു മിക്കവാറും പുതിയ തലമുറ ഇതിലേക്ക് വരാത്തത്. ഇപ്പോൾ ഈ തൊഴിലിലേക്ക് വന്നാൽ അവർക്ക് കൂലി കിട്ടില്ല. അപ്പോൾ മറ്റേതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിലോ മറ്റെന്തെങ്കിലും തൊഴിലിനോ പോകുമ്പോൾ അവർക്കൊരു 10-500 രൂപ ദിവസം കയ്യിൽ കിട്ടും. അപ്പോൾ ഈ തൊഴിൽ പഠിക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇനി ഒരു കാലഘട്ടത്തിൽ ഇതേപോലത്തെ, അതായത് ഇതേപോലത്തെ ഉള്ള വർക്കുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ, ഈ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു 10-700 രൂപയ്ക്ക് ജോലി ചെയ്യാൻ കഴിവുള്ള ഒരു ഫീൽഡാണ്. ഇത് പഠിക്കാൻ താല്പര്യപ്പെടുമ്പോൾ ഇനി മുതിർന്നവരായാലും വന്നുകൊള്ളും. കാരണം ഇന്ന് നമ്മളെ മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ഒരു മേഖലയായാലും തൊഴിൽ മേഖല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂലിപ്പലിക്കാരിലായാലും ഇപ്പോൾ ബംഗാളീസും മറ്റ് ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുമ്പോൾ ഇവിടെയുള്ള തൊഴിലാളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനും നാളെ ഇത് പഠിക്കില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാര്യം പഠിച്ചേ തീരൂ. കാരണം ഇതുപോലൊരു തൊഴിൽ അല്പം ബുദ്ധിമുട്ടിയിട്ടായാലും 10-500 രൂപയ്ക്ക് ജോലിയും ചെയ്ത്
ഒരു നല്ല നാൾ തിരുവോണം വരുമ്പോൾ കൈനിറച്ച് കാശും വാങ്ങുന്ന ഒരു തൊഴിൽ ഇത് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പഠിക്കും. കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന രംഗമാണ് കൈത്തറി. നെയ്ത്തിലും അനുബന്ധ ജോലികളിലുമായി ഒട്ടനവധി പേർ കൈത്തറി രംഗത്തുണ്ട്. നിരവധി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തൊഴിൽ നൽകി വരുന്ന കൈത്തറി മേഖല ഇന്ത്യയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നു. സർക്കാർ നിരവധി പദ്ധതികൾ കൈത്തറി വ്യവസായത്തിന്റെ വികസനത്തിനും തൊഴിലാളികളുടെയും വ്യവസായികളുടെയും ഉന്നമനത്തിനുമായി ചെയ്തു വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അന്യം നിന്നു പോകുന്ന ഒരു സംസ്കാരം നിലനിർത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ 1 മുതൽ 5 വരെ ക്ലാസുകളിൽ സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം ചെയ്തു. നമ്മൾ ഈ നെയ്യുന്ന യൂണിഫോം ഇതിപ്പം സർക്കാർ സ്കൂളിലത്തേക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം ഒന്ന് കഴിഞ്ഞ് ഇനി അടുത്ത വർഷത്തേക്കുള്ള യൂണിഫോമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൊസൈറ്റി മാത്രമല്ല, ഈ പലയിടത്തും ഇത് നടന്നു വരികയാണ്. ഹാൻടെക്സിനെയും ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരെയും അംഗീകരിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന അഭിമാനാർഹമായ ഒരു നൂതന കാൽവയ്പാണ് ഇത്. വളരെ വേഗം ഉൽപാദനം നടത്തി സമയബന്ധിതമായി ഈ വിതരണം വിജയകരമാക്കാൻ ഹാൻടെക്സിന് സാധിച്ചു. ഈ വിജയത്തിന് പിന്നിൽ നെയ്ത്ത് തൊഴിലാളികളുടെ അശ്രാന്ത പരിശ്രമമാണ് ഉള്ളത്. 2017-18 ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഹാൻടെക്സ് 32 കോടി ബിസിനസ് ചെയ്തു കഴിഞ്ഞു. കൈത്തറി വസ്ത്രങ്ങൾക്ക് കമ്പോളത്തിൽ ഡിമാൻഡ് ഏറി വരികയാണ്. ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റോക്ക് ലഭ്യമാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഹാൻടെക്സിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയി ഓഗസ്റ്റ് 7 ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓണം സീസൺ ഈ മാസം അവസാനത്തോടുകൂടി എത്തുകയാണ്. ഹാൻടെക്സ് 1961 സ്ഥാപിതമായതാണ്. അതിൻ്റെ ലക്ഷ്യം കേരളത്തിലെ കൈത്തറി സംഘങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾ മാർക്കറ്റ് ചെയ്യുക, ഷോറൂമുകളിലൂടെയും എക്സിബിഷനിലൂടെയും സംസ്ഥാനത്തിന് അകത്തും പുറത്തും മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. കഴിഞ്ഞ 50 വർഷം വളരെ നല്ല രീതിയിൽ കൈത്തറി വസ്ത്രങ്ങൾ കേരളത്തിന് അകത്തും പുറത്തും വിപണനം ചെയ്യുകയും നല്ല ഒരു പേര് ഹാൻടെക്സിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൈത്തറി ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 200 വർഷം പഴക്കമുള്ള ഒരു വ്യവസായമാണ്. കാർഷിക വ്യവസായം കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ് കൈത്തറി വ്യവസായം നിൽക്കുന്നത്. എന്നാൽ 200 വർഷം പഴക്കമുള്ള ഈ വ്യവസായം കുറേ തകർച്ചയിലേക്ക് പോയിട്ടുണ്ട്. അതിന് നമ്മുടെ വിദേശ അധിനിവേശം ഇതിന് കൂടുതൽ വന്നിട്ടുണ്ട്. അതിന് കാരണം വിദേശികൾ ഇവിടെ വന്ന് കോട്ടൺ പരുത്തി ഉൽപ്പന്നങ്ങൾ അവർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും അവിടെ അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി അത് വ്യവസായ ഉൽപ്പന്നമാക്കി അല്ലെങ്കിൽ വസ്ത്രങ്ങളാക്കി മാറ്റി ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ വന്ന സാഹചര്യം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കൈത്തറി വ്യവസായം കുറേ മോശം രീതിയിലേക്ക് പോയി, അല്ലെങ്കിൽ ആ വ്യവസായം തകർച്ചയുടെ വക്കിലേക്ക് വന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സർക്കാർ നമ്മുടെ ഗവൺമെൻറ്റുകൾ പല രീതിയിൽ ആനുകൂല്യങ്ങളും ഇത് സംരക്ഷിച്ച് നിലനിർത്തേണ്ട ഒരു ബാധ്യത സർക്കാർ കാണുകയും അങ്ങനെ അത് റിവൈവൽ അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിൻ്റെ സ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ നിലവിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ നല്ല ഡിമാൻഡ് ഉള്ളതായി കാണുന്നു. ഹാൻടെക്സ് കഴിഞ്ഞ വർഷം ഏതാണ്ട് 34 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട്. കേരളത്തിലെ കൈത്തറി വ്യവസായം ഏതാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ജനങ്ങൾ ഈ ഉൽപ്പന്നം വളരെ ഈ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനും അത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കൈത്തറി ഉൽപ്പന്നങ്ങൾ ധരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല
കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഗുണം ഇത് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ പ്രൗഢിയും അത് ധരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ശാലീനതയും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ സീസണുകളിൽ നമ്മുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഓണം സീസൺ, ക്രിസ്മസ്, വിഷു സീസണുകൾ മാത്രമല്ല മറ്റ് സമയങ്ങളിലും കൈത്തറി ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കുവാനും അത് പ്രകൃതിക്ക് അനുയോജ്യവും കാലാവസ്ഥയ്ക്ക് അനുയോജ്യവും ആയതിനാൽ ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകാനിടയില്ല. അതിനാൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ സാരിയുടെ പേര് കാസർഗോഡ് സാരി എന്നാണ്. ഇത് കരയും കസവുമായിട്ടുള്ള സാരിയാണ്, ബാലരാമപുരം. ഇത് ഹാൻഡ്ലൂം സിൽക്ക്. ഇത് സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ വില 3800 രൂപയാണ്. കൈത്തറിയിലെ പല വെറൈറ്റി കൈലികൾ ഇവിടെ ഉണ്ട്. 240 തൊട്ട് കൈലികൾ വില സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ 20% ഡിസ്കൗണ്ടുള്ള പല വെറൈറ്റികളുണ്ട്. 350, 260, 300 അങ്ങനെ പല വെറൈറ്റികളുണ്ട്. കോട്ടൺ സാധനമാണ്. ഇത് എല്ലാം കൈത്തറിയുടെ സാധനങ്ങൾ. കൂടിയ വിലയാണെങ്കിലും ഈട് നിൽക്കുന്ന സാധനമാണ് ഈ കൈത്തറിയിലെ കൈലികൾ. ടവലാണ്. 70 രൂപ, റിബേറ്റ് 56 രൂപയ്ക്ക് ഈ ഓണ സീസണിലും റിബേറ്റ് സമയത്തും കിട്ടും. ഈ ഷീറ്റ് RD ഷീറ്റാണ്. ഇത് സാധാരണ നമ്മൾ ഡബിൾ ഷീറ്റ് എന്ന് പറയും. 770 രൂപയാണ് ഇതിൻ്റെ വില. ഇതിന് പുറമെ 20% റിബേറ്റ് ഇതിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇത് പുതിയതായി ഓണത്തിന് വന്നിട്ടുള്ള ഐറ്റമാണ്. ഇതിന് 2010 രൂപയാണ് വില. വിത്ത് പില്ലോ കവറാണ്. ഇതിന് 20% റിബേറ്റ് നൽകി വരുന്നു. ഇവിടുത്തെ ഈ കോട്ടൺ ഷർട്ടുകൾ 220 തൊട്ട് 560 രൂപ വരെയുള്ള ഷർട്ടുകളുണ്ട്. വസ്ത്രനിർമ്മാണ രംഗത്തെ സാങ്കേതികവൽക്കരണവും യന്ത്രോപകരണങ്ങളുടെ കടന്നുവരവും കൈത്തറിയെ ഒന്ന് പിറകോട്ടാക്കിയെങ്കിലും പൂർവാധികം ശക്തിയോടെ കൈത്തറി രംഗം തിരിച്ചു വരികയാണ്. അതിന് പ്രധാന കാരണം കൈത്തറി വസ്ത്രധാരണ രംഗത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ തിരിച്ചറിവാണ്. കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കല്യാണ ആവശ്യത്തിന് എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ദക്ഷിണ കൊടുക്കാനായിട്ടുള്ള മുണ്ടും നേരിയതൊക്കെ എടുക്കാനാണ്. ഞങ്ങൾ പൊതുവെ ഹാൻഡെക്സിൽ നിന്ന് കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നവരാണ്. കൈത്തറി പണിതുണ്ടാക്കാനുള്ള ആ ഒരു റേറ്റ് വ്യത്യാസം നമ്മൾ വാങ്ങിക്കുന്നതിലുണ്ട്. പക്ഷെ എന്നാലും ലാസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ് ഹാൻഡ്ലൂം വാങ്ങിക്കാൻ. ഇപ്പോൾ പുതിയ കുറേ ഡിസൈൻസ് വരുന്നുണ്ട്. ബാക്കി പവർലൂം വരുന്നതിനനുസരിച്ച് തന്നെ പുതിയ ഡിസൈൻസ് കൊണ്ടുവരുന്നുണ്ട്. ഹാൻഡെക്സ് കളേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. വെറൈറ്റി ഉണ്ട്. സെറ്റ് മുണ്ടാണെങ്കിലും അതെ, ഡബിൾ മുണ്ടാണെങ്കിലും അതെ. നമ്മൾ എല്ലാ വർഷവും ഓണത്തിനാണെങ്കിലും അല്ലാതെ ഇതുപോലെ വീട്ടിലെ കുടുംബത്തിൽ എന്തെങ്കിലും കല്യാണമോ പിറന്നാളോ ഒക്കെ വരുമ്പോഴാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരാറ്. ഹാൻഡെക്സിൻ്റെ ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങൾ തന്നെ നമ്മൾ വാങ്ങിക്കുന്നത്. നല്ലതാണ് ഹാൻഡെക്സ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും ചേരുന്നതാണ് ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങൾ. ചൂടിന് നിൽക്കും. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ട് വരാറില്ല. കളറ് പോകുന്ന പ്രശ്നങ്ങളോ ചുരുങ്ങുന്ന പ്രശ്നങ്ങളോ ഒന്നും വരാറില്ല. പവർലൂം ഇല്ലെങ്കിൽ മറ്റ് തുണിത്തരങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് കുറച്ച് വില കൂടുതലാണെങ്കിലും അതിൻ്റെ പുറകിലുള്ള അവരുടെ അധ്വാനത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കൊടുക്കുന്നതിനൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചെറിയ നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു പോസിറ്റീവ് ആ ഒരു അപ്രോച്ച് അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പം ഒരു ചെറിയൊരു ഡിഫറൻസിൻ്റെ പുറത്ത് നമ്മൾ നല്ല സാധനം വാങ്ങിക്കുന്നതല്ലേ, കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നത് വാങ്ങിക്കുന്നതല്ലേ നല്ലത്. ഐ സപ്പോർട്ട് ഹാൻഡ്ലൂം. നമ്മുടെ കൈത്തറി രംഗത്തിന്റെ കൂടുതൽ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കുമായി കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ കമ്പോളങ്ങൾക്കായി കൈത്തറി വ്യവസായ തൊഴിലാളികളെ സാമ്പത്തിക ഉന്നമനത്തിലേക്ക് നയിക്കുന്ന
കൈത്തറി വ്യവസായം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സുവർണ കാലഘട്ടമാകുന്ന നാളുകളെ നമുക്ക് വരവേൽക്കാം.